ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ 2 മണിൻ്റെ ഉള്ളിൽ പരിപാടി കഴിയും ബിരിയാണിൻ്റെ. ഇവിടെ വെക്കാൻ തുടങ്ങുമ്പോഴേക്ക് വന്നിട്ട് ബിരിയാണി ഇങ്ങനെ ഓർഡർ വന്നുകൊണ്ടേയിരിക്കും. 5, 10, 12 ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് ഇത് നമ്മൾ പൊട്ടിക്കുക അവർക്ക് കൊടുക്കുക. ചെറിയ ലാഭം. അത്ര നമുക്ക് കൂലി കാശ് അത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 13 വയസ്സിൽ ഹോട്ടൽ വർക്ക് തുടങ്ങിയതാണ്. ചെറുപ്പം വരെ ഹോട്ടലിലായിരുന്നു. കോഴിക്കോട് MES സ്കൂളിൽ ഒരു 10 വർഷം അവിടെ കുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ മോഡലാണ്. അത് ഇങ്ങനെ ദമ്മ് ബിരിയാണിയാണ്. ഇവിടെ അങ്ങനെ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടുത്തേതായിട്ടുള്ള ഒരു പാലക്കാടൻ ബിരിയാണി അങ്ങനെയുള്ള പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണി മസാല. അവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് വെക്കുന്ന ഒരു സ്റ്റൈലാണ് അവിടെ. മറ്റേ ലഗോൺ കോഴിയെ ഇട്ടിട്ട് പച്ചയ്ക്ക് മസാല അങ്ങനെ അടിച്ച് വെക്കുന്നതാണ്. ആ ബിരിയാണി ഞാൻ ഉണ്ടാക്കും, പക്ഷെ അത് ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ അങ്ങനെ ഈ പൊരിച്ച് വയ്ക്കുന്ന ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടം. അവിടെ ദമ്മ് ബിരിയാണി വന്നിട്ട് മറ്റേ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ട് ദമ്മ് ബിരിയാണി വന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്. കുറേ ആൾക്കാർ ഈ നിങ്ങളെ പഴയ ബിരിയാണി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായി. അപ്പം എന്നാൽ ശരി തന്നെ ആയിക്കോട്ടെ എന്ന് തുടങ്ങിയതാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ തന്നെ വരുള്ളൂ. നമ്മൾ കൂടുതൽ അവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അവിടുത്തെ സ്റ്റൈലിലേ വരുള്ളൂ. മസാല കൂട്ടുകൾ ഇതൊക്കെ വന്നിട്ട് അവിടുത്തെ ഭക്ഷണങ്ങളെ വരും. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കണമെന്ന് മാത്രം. അതേ മസാല കൂട്ടും അതെല്ലാം രുചിയെല്ലാം അതന്നെ ആയിരിക്കും. ഞായറാഴ്ച മാത്രമാണ് ബിരിയാണി ഉള്ളൂ, ചിക്കൻ ബിരിയാണി. പൊതുവെ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ആരും നമ്മുടെ മോശമായിട്ടൊന്നും നമ്മുടെ ഫുഡിനെ പറ്റിയിട്ട് ഇതുവരെയ്ക്ക് ആരും പറഞ്ഞിട്ടില്ല. നല്ല ഒറിജിനാലിറ്റിയാണ്. നല്ല മസാലപ്പൊടികൾ എല്ലാം വന്നിട്ട് എല്ലാ സാധനങ്ങളും എല്ലാം ഫ്രഷായിട്ട് എല്ലാ ഐറ്റങ്ങളും നല്ല ഐറ്റങ്ങളാണ്. പാലക്കാട് ജില്ല അമ്പലപ്പാറ റൂട്ട് മണ്ണൂർ പോകുന്ന വഴി വേങ്ങശ്ശേരി പറഞ്ഞ സ്ഥലം. ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയാണ്. കുറച്ചായിട്ട് ഇവിടെ പണിക്ക് ഞങ്ങളെ സഹായിക്കാൻ, എല്ലാ പണിക്കും സഹായിക്കാൻ കൂടും. പേര് ശാന്തകുമാരി. സ്വന്തം ആളാണ്. ഞങ്ങളുടെ തൊട്ട വീടാണ്. ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയ മുതൽക്കുള്ള ബന്ധമാണ്. ഇവിടെ ആളില്ല പറഞ്ഞപ്പോ വന്നതാണ് ആള്. വയ്യ പറഞ്ഞിട്ട് ആദ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സുഖമില്ലാതായിട്ട് നിർത്തിയതാണ്. ഇപ്പൊ വിളിച്ചാലും ഓടി വരും. പൈസ മേടിച്ച് അങ്ങോട്ട് തരൂ. നല്ല മനസ്സാണ്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ തരും. ഞങ്ങൾ കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. കൂലി വേറെ, സഹായം വേറെ. വേറെ കല്യാണത്തിന് പോയിട്ട് തന്നെ വഴിക്ക് മേടിച്ചിട്ട് പോവാണ്. കല്യാണത്തിന് സദ്യ, നാടൻ സദ്യ വീട്ടിൽ പോയി കണ്ടേ കഴിക്കാലോ. രാധാകൃഷ്ണേട്ടൻ്റെ നല്ല പൊരിച്ച് മസാല ആക്കിയിട്ടുള്ള അടിപൊളി ബിരിയാണി. നല്ല 2 ഇഷ്ടംപോലെ ഉണ്ടല്ലേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു ടച്ച് കോഴിക്കോടൻ ടച്ച് ബിരിയാണി. കോഴിക്കോടൻ മസാലൻ്റെ ടേസ്റ്റിൽ നമ്മുടെ പാലക്കാട് ബിരിയാണി. ഈ ബിരിയാണിൻ്റെ സക്സസ് എന്താ അറിയാം, ഒന്നത് വെക്കുന്ന അവരുടെ മനസ്സ് പോലെയാണ്. നന്നായി കൊടുക്കണം, മനുഷ്യൻ്റെ വയറ് നിറയണം, കഴിച്ചിട്ട് പോണതിലേക്ക് തൃപ്തി ഉണ്ടാകണം. ഇതൊക്കെ ചിന്തിച്ചിട്ട് ഉണ്ടാക്കുന്ന പല കുക്കുകളുണ്ട്. അതിന് ടേസ്റ്റ് കൂടും അല്ലേ? അത് ടേസ്റ്റ് കൂടും, നമുക്കത് നന്നായി ബോധിക്കുകയും ചെയ്യും. അതിൻ്റെ വ്യത്യാസം.